എല്ലാവർക്കും നമ്മുടെ XT വേൾഡിന്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന്. നമുക്ക് എളുപ്പം ചെയ്യണം ഗൈസ്. ഇന്ന് നമുക്ക് ഫിഷ് ചെയ്യാൻ പോകാം ഗൈസ്, മീൻ പിടിക്കാൻ പോവാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പറ്റുന്ന എല്ലാം ചെയ്യാം. ഒന്നും മീൻ പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. അടുത്ത എപ്പിസോഡ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. അല്ലേ വേണ്ട, നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. മൈനിങ്ങിന് നമുക്ക് പോകാം ഗൈസ്. മീനൊക്കെ നമുക്ക് പിന്നെ പിടിക്കാം. കാര്യം മൈനിങ് നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകാം ഗൈസ്. പൊട്ടാറ്റോ വളർന്നില്ല ഗൈസ്. എനിക്ക് വല്ല ഇത് ബോൺമീൻ സ്കെലിറ്റനെ കൊന്നിട്ട് വരാം ഗൈസ്. മൈനിങ് പോയിട്ട് സ്കെലിറ്റനെ കൊന്നിട്ട് അതായത് ഒരു കോഴി പോകണം. അതിന് വറുത്ത ചിക്കൻ ഒരു നോൺ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അല്ലേ നമുക്ക് ചിക്കൻ ഫാം ഉണ്ടാക്കാം ഗൈസ്. നമുക്കിത് ചിക്കൻ ഫാം ഉണ്ടാക്കാം. ചിക്കൻ ഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക, ഫുള്ളും കാണാൻ ശ്രമിക്കുക. ചിക്കൻ ഫാം ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഈ ഓപ്ഷൻസ് ഇത് ഇരിക്കട്ടെ. പിന്നെ അയണും വേണം. ഹോപ്പർ ഉണ്ടാക്കണം നമുക്ക്. ഹോപ്പർ ഹോപ്പർ ഉണ്ടാക്കാനുള്ളതാകുന്നുണ്ട്. ഒരു ചെസ്റ്റ് വേണം അല്ലേ? ചെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഹോപ്പർ ഹോപ്പർ ഉണ്ട് ഗൈസ്. നമുക്കൊരു ബാറലും കൂടെ വേണം. ഒരു ബാർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. ഇനി നമുക്ക് പ്ലേസ് ചെയ്യാൻ ബ്ലോക്ക് വേണം. ബ്ലോക്ക് വെക്കാനായിട്ട് നമ്മുടെ ഈ കോബിൾ സ്റ്റോൺ ഉണ്ട് ഗൈസ്, അതെടുക്കാം നമുക്ക്. ഒരു സ്റ്റാർ കോബിൾ സ്റ്റോൺ ഉണ്ട്, അതെടുത്തോണ്ട് പോവാം. ഇവിടെ സൈഡിലുണ്ടാക്കാം. ഇത് ഇവിടെ ഉള്ളതാണ് ചിക്കൻ ഫാം. ഇവിടെ തന്നെ ഉണ്ട്. ആദ്യം എൻ്റെ കയ്യിലുള്ള ബാഹല് ഇവിടെ വെക്കണം. ഇതെടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് ഒരു ഹോപ്പറിൽ ഒന്നും പോകുന്നില്ല വയസ്സ്. നമ്മൾ വെച്ച രീതി തെറ്റാണ്. നമുക്ക് ഹോപ്പർ ഒന്നുകൂടെ വെക്കാം. ഹോപ്പർ ചെയ്ത് കഴിഞ്ഞ് ബാഹലിലോട്ട് ക്ലിക്ക് ചെയ്യണം. ഹോപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ ലാഗ് ഉണ്ട്. ഇനി ഇട്ട് നോക്കാൻ വരുന്നുണ്ട്. നമ്മുടെ ഇതും കൂടെ വന്നിട്ടുണ്ട്. അയണ് ഇനിയാണ് മീൻ പരിപാടി. ഓക്കെ, ഇങ്ങനെ ഫുഡാണ് കഴിച്ച് വേണ്ടത്. അത് ഞങ്ങൾക്ക് ഭാഗം വെക്കണം. ഓക്കെ, ഇപ്പോൾ വേണം. ഇതാണ് ചിക്കൻ ഫാം. ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇവിടെ 2, ഇവിടെ 3. നമുക്ക് ചിക്കന് കോഴീനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗൈസ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചിക്കൻ ഫാമിൻ്റെ ഒരു മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോഴികളെ കൊണ്ടുവരണം. ചിക്കൻ ഫാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് കോഴിയെ കൊണ്ടുവരാൻ സീഡ് വേണം. എൻ്റെ സീഡുണ്ട് ഗൈസ്. അതിന് ബ്രീഡും കൂടെ ചെയ്യണം. നമുക്കിപ്പോൾ ഈ സീഡ് കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ട് വരാം ഗൈസ്. ഫുഡ് എൻ്റെ ഒരു 9 ആപ്പിളുണ്ട്. അതുവരെ നമുക്ക് ആപ്പിൾ കഴിക്കാം. ഓക്കെ, നമ്മുടെ വിശപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആപ്പിൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിന്നാൻ പക്ഷെ വേണ്ടേ. നമ്മുടെ ഫുഡ് അങ്ങനെ വെറുതെ പോകും. വിശക്കുമ്പോൾ മാത്രം കഴിക്കാം. ഇവിടെ വെള്ളിയും കോഴിയുണ്ടോ? എൻ്റെ കൂട്ടുകാരൻ ഇവിടെ എവിടെ ഉണ്ട് ഗൈസ്. ഈ വേൾഡിൽ തന്നെ ഉണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. അവനെയാണ് നമ്മൾ ആ കൂട്ടിലിടാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്. എൻ്റെ കൂട്ടുകാരൻ എവിടെ പോയടാ? എൻ്റെ കൂട്ടുകാരൻ കോഴി എവിടെ? വെറും കോഴിയാണ് ഗൈസ്, വെറും കോഴി. കോഴീനെ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കോഴി കാണുന്നില്ല. നമ്മൾ മറ്റേ കോഴി കൊല്ലണ്ടായിരുന്നു ഗൈസ്. അതെ ഉണ്ട് 2 എണ്ണം. വാ എൻ്റെ കൂട്ടുകാർ വാ. എൻ്റെ കൂട്ടുകാർ എൻ്റെ ഫ്രണ്ടാണ് കഴിച്ച് ചെയ്തത്. നമ്മുടെ ഫ്രണ്ട്സാണ് കഴിച്ച് ചെയ്തത്. ഒരുത്തനെ കൊതിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. വരുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരാണ് കഴിച്ച് ഈ കോഴികൾ.
നമുക്ക് ഇങ്ങനെ കയറാം. അതെ, നമ്മുടെ ചിക്കൻ ഫാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കേറ്. അങ്ങനെ തന്നെ എടാ കേറടാ. ഗൈസ് നമ്മൾ അവനെ കയറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് വീഴും. ഈ കൂട്ടിലോട്ട് വേണം, എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, ഒരുത്തന്നെ ഇട്ടിട്ടുണ്ട്. ഇവന്മാര് 5 മിനിറ്റിൽ മുട്ട ഫീഡ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ഫാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മുടെ ചിക്കൻ ഫാം ഇത് മാറ്റി. ഓക്കെ, നമുക്ക് കുറേ കോഴികളുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് മുട്ട കിട്ടും ഗൈസ്. ഞാൻ കുറേ കോഴിയെ വെക്കാം ഗൈസ്. കോഴികളുണ്ടോ? ഗൈസ് ഞാനിതിട്ടിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പശുവിനെ കൊന്നു ഗൈസ്. നമ്മുടെ കോഴീനെ നമുക്ക് 2 എണ്ണം കിട്ടി ഗൈസ്. കോഴീനെ തപ്പി ഈ പശുക്കളെ കണ്ടപ്പോൾ ഇതിനെ ഒന്ന് ഫുഡാക്കാൻ വിചാരിച്ചു ഗൈസ്. ഞാനൊരു പശുവിനെ അല്ല, ഒരു കോഴിയെ കണ്ടില്ല. അത് ഓഫ് ക്യാമറയിൽ 2 കോഴീനെ കണ്ട് അവരെ കൂട്ടിലിട്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞാനൊന്ന് ഇതിനെ കൊല്ലുവാണ് ഗൈസ്. ഫുഡില്ല ഗൈസ്. ഇപ്പൊ കണ്ടെൻ്റെ ഇപ്പം 3 ആപ്പിളെ ചത്തില്ല. അതെൻ്റെ കയ്യിൽ കയറി വന്നു. അത് കയ്യിലുണ്ട് ഗൈസ്. കോഴീനെ ഇങ്ങനെ കൊല്ലാം ഗൈസ്. ഇല്ലേ കോഴികളെ ഇനി അടുത്ത കോഴികൾ മുട്ട വീണോന്ന് അറിയത്തില്ല ഗൈസ്. കോഴികൾ അതിനകത്ത് 4 എണ്ണം ഉള്ളതുകൊണ്ട് ചാൻസറാണ്. ഒരു കോഴി 5 മിനിറ്റിൽ അല്ലെ 10 മിനിറ്റിനുള്ളിൽ മുട്ട വീഴും ഗൈസ്. നമ്മൾ ഇതിനെയൊക്കെ കൊല്ലുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ അത്യാവശ്യം ഫുഡായിട്ടുണ്ട്. വില്ലേജിൻ്റെ അവിടെ വന്നു. അതാണ്ട് വന്നു. അതുകൊണ്ട് ഗൈസ്, അതെ കോഴി അവൻ്റെ പേര് വേണ്ട. ഒരുത്തനെയും കൂടെ കിട്ടുന്നുണ്ട്. വാ ഗൈസ്, ഇവനെയും കൂടെ കൊണ്ടുപോകാം ഗൈസ്. ഇവനെയും കൂടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നമ്മളിന്ന് ഞാൻ രണ്ടാമത്തെ എപ്പിസോഡിന് ഫസ്റ്റ് എപ്പിസോഡിലാണ്. ഏതൊരു 2-1 ഫസ്റ്റ് എപ്പിസോഡിലോ സെക്കൻഡ് എപ്പിസോഡിലോ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ ഫാമിൻ്റെ കാര്യം. അതുണ്ടാക്കുവാണ് നമ്മൾ. ഇതാണ് ചിക്കൻ ഫാം. കാണുന്നുണ്ടോ? വാ ചെക്കായി. വാ ഇല്ല. വാ വരുന്നുണ്ട്. വാ 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 നമുക്ക് സമയമില്ല. വാ ഗൈസ്, എൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അവൻ്റെ ആ വീഡിയോ എന്താ പണിയാണ് ഗൈസ്. അതുകൊണ്ട് അവൻ്റെ പേര് ഞാൻ പറയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ചിക്കൻ ഫാം കാണണ്ടേ. മുട്ട വീണോന്നാണ് കേറി. വാ, ഇത് നിനക്കുള്ള വീടാ. ഇങ്ങോട്ട് വാ. വീട് സ്നേക്ക് ചെയ്യണ്ട. അതിന് താഴോട്ട് ഇടണം ഗൈസ്. മുട്ടയിട്ട് ഗൈസ് പോയി സൗണ്ട് കേട്ടായിരുന്നു. അത് മുട്ടയിട്ട സൗണ്ടാണ്. മുട്ട അത് വീണോന്നറിയില്ല ഗൈസ്. നമുക്ക് അങ്ങനെ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ചിക്കൻ ഫാം. നിങ്ങൾക്ക് ഈ ചിക്കൻ ഫാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ പശുവിനെ കൂടെ കൊന്നിട്ട് ഫുഡാക്കാം ഗൈസ്. പിക്കാക്സ് അല്ല, എനിക്ക് സോഡ കണ്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ നേരത്തെ 9 ആപ്പിളുണ്ടായിരുന്നു വീഡിയോ തുടങ്ങിയ സമയത്ത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ആപ്പിളേ ഉള്ളൂ. ഞാനിപ്പോൾ കഴിച്ചിട്ട് കണ്ടോ. നമുക്ക് നല്ലോണം വിശക്കും ഗൈസ്. അതാണ് പ്രശ്നം. ഇനി നമുക്ക് എൻ്റെ ഫർണസ് ഓഫായി കാണും. ഇതേ ഗൈസ്, നമുക്ക് 12 ബീഫും കോളുണ്ടല്ലോ. കോളിന് താഴത്തെ കിട്ടിയിട്ടുണ്ട്. കോളെടുത്ത് നമുക്ക് വെക്കാം. എന്നിട്ട് വീഡിയോ കണ്ടു 2 എല്ലാം വന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും ബൈ.